ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086399995 8086799992. വടക്കാഞ്ചേരി ബൈപ്പാസിനായി ഭൂമി ഏറ്റെടുക്കുവാൻ കിഫ്ബി തുക അനുവദിച്ചതോടെ നഗരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നു. വർഷങ്ങളായുള്ള ഗതാഗതക്കുരുക്കിന് അറുതിയാകുമെന്ന സന്തോഷത്തിലാണ് വടക്കാഞ്ചേരിയിലെ ജനത. പദ്ധതിക്കായി 14.78 കോടി രൂപ അനുവദിച്ച സർക്കാർ നടപടിയെ വടക്കാഞ്ചേരിയിലെ പ്രമുഖർ സ്വാഗതം ചെയ്തു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുവാൻ 14.78 കോടി രൂപയുടെ ധനാനുമതി ലഭിച്ചത് നഗരത്തിന്റെ ചരിത്രത്തിലെ തന്നെ സുപ്രധാന നാഴികക്കല്ലാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കാഞ്ചേരി, ഓട്ടുപാറ നഗരങ്ങളിലെ വീർപ്പുമുട്ടിക്കുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 14.5 കോടി രൂപ ആദ്യഘട്ടത്തിലെ സ്ഥലമെടുപ്പിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ് ഇന്നലെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KM ബാലഗോപാലൻ പ്രഖ്യാപിച്ചോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കരുതക്കാട് നിന്ന് ആരംഭിച്ച് അകമലിയിൽ എത്തിച്ചേരുന്ന ഈ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടുകൂടി വടക്കാഞ്ചേരിയിലെ ട്രാഫിക് സ്തംഭനത്തിന് പരിഹാരം കാണും എന്ന് നമുക്കെല്ലാവർക്കും വിശ്വസിക്കാം. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വലിയ വികസനം വടക്കാഞ്ചേരിയിലേക്ക് വരികയാണ്. വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ച് സ്തംഭനമില്ലാത്ത, ബ്ലോക്കില്ലാത്ത, എല്ലാവർക്കും നല്ല രീതിയിൽ ഗതാഗതം നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നല്ല നിലവാരത്തോടു കൂടിയിട്ടുള്ള ഒരു റോഡ് ഉണ്ടാവുക എന്നുള്ളത് വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ച് വലിയ വികസനം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത വടക്കാഞ്ചേരി അറിയുന്ന ശ്രീ സേവ്യർ ചെല്ലപ്പള്ളിക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. നഗരത്തിലെ വ്യാപാര മേഖലയ്ക്കും ബൈപ്പാസ് വലിയ ഉണർവ് നൽകുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പ്രതികരിച്ചു. ഗതാഗതക്കുരുക്ക് കാരണം നഗരത്തിലേക്ക് എത്താൻ മടിച്ചിരുന്ന ഉപഭോക്താക്കൾക്ക് പുതിയ പാത വലിയ അനുഗ്രഹമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗതാഗതക്കുരുക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നും കംപ്ലൈൻറ്റ് പറയാൻ തന്നെ ഇപ്പോൾ നേരമുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മണി 4 മണി ആയിക്കഴിഞ്ഞാൽ വൈകിട്ട് പിന്നെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. രാത്രി 9-10 മണി ആയാൽ മാത്രമേ അതിനൊരു പരിഹാരം കാണുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ബിസിനസ് കിട്ടുന്നൊരു സമയം എന്ന് പറയുന്നത് ഈ വൈകിട്ടാണ്. ആ സമയത്താണ് ഇങ്ങനൊരു ഗതാഗതക്കുരുക്ക്. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനൊരു ബൈപ്പാസ് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം കച്ചവടക്കാർക്ക് പല ആശങ്കകളുണ്ടായിരുന്നു. എനിക്കും ആശങ്കകളുണ്ടായിരുന്നു. കാരണം 1-2 വർഷം മുമ്പ് ഇങ്ങനെ കാറുകളൊക്കെ ആ വഴിക്ക് പോവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രസിഡന്റ്, ചാലക്കുടിയിലുള്ള പ്രസിഡന്റ്, അതുമാതിരി തന്നെ ബൈപ്പാസ് വന്ന പല സ്ഥലങ്ങളും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് കൊണ്ട് അവിടെയുള്ള കച്ചവടക്കാർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല അത് സഹായമാവും. കാരണം അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏത് കച്ചവട സ്ഥാപനങ്ങളിലും വരുന്നത് പരിസരത്തിലുള്ള മറ്റേ നാട്ടുകാരാണ്. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് ചുറ്റുവട്ടത്തുള്ള കടകളിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാവണം, അവിടെ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദീർഘദൂര ബസ്സുകൾ, അതുമാതിരി തന്നെ വലിയ തോതിലുള്ള ലോറികൾ, ഇവരൊക്കെ തന്നെ നമ്മുടെ ഭാഗത്തുകൂടി പോകുമ്പം അവിടെ റോഡ് ബ്ലോക്ക് ആവുകയാണ്. ബൈപ്പാസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ദീർഘദൂര ബസ്സുകളൊക്കെ ആ വഴിക്ക് പോകും. അതുമാതിരി തന്നെ വലിയ വലിയ ലോറികളൊക്കെ ആ ബൈപ്പാസ് വഴിക്ക് പോകുമ്പം നമ്മളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്കൊക്കെ ഞങ്ങളുടെ കടകളിൽ വന്ന് പാർക്ക് ചെയ്യാനും സാധനങ്ങൾ മേടിക്കാനൊക്കെ വളരെ എളുപ്പമാവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കച്ചവടം കൂടും. പിന്നെ ഞങ്ങൾ MLA അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസിൽ നിന്ന് നമ്മുടെ നിലവിലുള്ള റോഡിലേക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കട്ട് റോഡുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും അതും അവർ പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് മറ്റേ റെയിൽ ക്രോസ് ചെയ്യാവുന്ന മറ്റേ റോഡ്
ഉണ്ടാക്കാനുള്ള അതും കൂടി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. മാരാത്തുകുന്നും വെങ്കക്കാടും ഒക്കെ തന്നെ ഇപ്പോഴത്തെ റെയില് ഒഴിവാക്കിക്കൊണ്ട് ഗതാഗതം സുഗമമാക്കാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ള കരിമത്രയിൽ നിന്ന് അവിടെ നിന്നൊക്കെ തന്നെ കട്ട് റോഡുകളും ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ വന്നാൽ വടക്കാഞ്ചേരി അസാധാരണമായ ഒരു വികസനം ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് എത്രയും പെട്ടെന്ന് വരട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഇതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA-മാർക്ക് ഇതിനു മുമ്പുള്ള MLA-ക്കും അതുമാതിരി തന്നെ ഈ സേവ്യർ ചിറ്റലപ്പള്ളിക്കും ഒക്കെ തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയും ഇതിനു വേണ്ടിയൊക്കെ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് യാഥാർത്ഥ്യമാവട്ടെ എന്നാണ് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന. MLA-ന് പ്രത്യേകം അഭിനന്ദനം. നാടിന്റെ വികസനത്തിൽ മാധ്യമങ്ങൾക്കൊപ്പം ജനങ്ങളും കാത്തിരുന്ന നിമിഷമാണിതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കടകത്ത് പറഞ്ഞു. കിഫ്ബി വഴി തുക അനുവദിക്കപ്പെട്ടതോടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇനി വേഗം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിലെ ചിരകാല അഭിലാഷമായ സ്വപ്ന പദ്ധതി ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. കാരണം വടക്കാഞ്ചേരി ഓട്ടുപാറ ടൗണുകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കിക്കൊണ്ട് വടക്കാഞ്ചേരി വളരെയധികം മുന്നോട്ട്, വടക്കാഞ്ചേരി ടൗണ് ഓട്ടുപാറ ടൗണുകൾ വളരെയധികം വിശാലമായ രീതിയിൽ വികസിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ബൈപ്പാസ് നിർമ്മാണം വളരെയധികം ഗുണം ചെയ്യും. ഒപ്പം വടക്കാഞ്ചേരിയുടെ ബൈപ്പാസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത സേവ്യർ ചിറ്റലപ്പള്ളി MLA-ക്കും വടക്കാഞ്ചേരിയിലെ നഗരസഭ ഉൾപ്പെടെ എല്ലാവർക്കും വടക്കാഞ്ചേരി പത്ര ദൃശ്യ മാധ്യമ